നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പൊന്നിയൂർക്കുളത്ത് കാട്ടുപന്നി ബൈക്കിനു കുറുകെ ചാടി ബൈക്ക് മറിഞ്ഞ് ഗൃഹനാഥന് പരിക്ക്. ചെറായി മനിയിൽ 64 വയസ്സുള്ള മോഹനാണ് പരിക്കുപറ്റിയത്. പുഴിക്കളയിൽ പച്ചക്കറി കടയിലെ തൊഴിലാളിയാണ് മോഹൻ. വെള്ളിയാഴ്ച രാത്രി 9ഓടെ കടയിൽ നിന്ന് വരുമ്പോഴായിരുന്നു അപകടമുണ്ടായത്. കടയടച്ച് മകനോടൊപ്പം ബൈക്കിൽ വരികയായിരുന്ന ഇവരുടെ ബൈക്കിന് കുറുകെ ചെറായി ഗവൺമെന്റ് UP സ്കൂളിന് സമീപത്ത് വെച്ചാണ് കാട്ടുപന്നി ചാടിയത്. ഇതോടെ നിയന്ത്രണം വിട്ട ബൈക്ക് മറിയുകയായിരുന്നു. തലയ്ക്കും കാലിനും പരിക്കുപറ്റിയ മോഹനെ കുന്നംകുളം യൂണിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രദേശത്ത് കാട്ടുപന്നികളുടെ സ്വൈര്യവിഹാരം പതിവായിരിക്കുകയാണെന്നും ഇതുമൂലം രാത്രിയിൽ പുറത്തിറങ്ങുവാൻ കഴിയാത്ത അവസ്ഥയാണെന്നും നാട്ടുകാർ പറഞ്ഞു. നവീകരണം പൂർത്തിയാക്കിയ കാണിപ്പയ്യൂർ ഇരിങ്ങപ്പുറം റോഡിന്റെ ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി നിർവഹിച്ചു. പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ BMBC നിലവാരത്തിൽ 3 കോടി രൂപ ചെലവഴിച്ചാണ് റോഡിന്റെ നവീകരണം പൂർത്തിയാക്കിയത്. കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ കാണിപ്പയ്യൂർ മുതൽ ഇരിങ്ങപ്പുറം വരെയുള്ള 2.8 കിലോമീറ്റർ റോഡിന്റെ ഉദ്ഘാടനവും വിവിധ റോഡുകൾക്കൊപ്പം മന്ത്രി V. ശിവൻകുട്ടി ഓൺലൈൻ വഴി നിർവഹിക്കുകയായിരുന്നു. ചടങ്ങിൽ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ചു. ചെമ്മണ്ണൂർ ഷെയ്ഖ് പാലസിൽ സജ്ജീകരിച്ച കുന്നംകുളത്തെ പ്രാദേശിക ഉദ്ഘാടന ചടങ്ങിൽ കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ T. സോമശേഖരൻ, PK ഷബീർ, സജിനി പ്രേമൻ, നഗരസഭാ സെക്രട്ടറി KB വിശ്വനാഥൻ, PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ സ്മിജമോൾ, കൗൺസിലർമാരായ PV സജീവൻ, ഷീജ ഭരതൻ, TB വിനോദ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. നവീകരണത്തിന്റെ ഭാഗമായി കാണിപ്പയ്യൂർ ഇരിങ്ങപ്പുറം റോഡിൽ 522 മീറ്റർ നീളത്തിൽ പുതിയ കാന, 14 മീറ്റർ സംരക്ഷണ ഭിത്തി, കൾവേർട്ട് പുനരുദ്ധാരണം, ഡ്രെയിനേജ് സംവിധാനം, താഴ്ന്നുകിടന്നിരുന്ന ഭാഗങ്ങൾ ഉയർത്തൽ, ദിശാബോർഡുകൾ സ്ഥാപിക്കൽ, ഗതാഗത അടയാളങ്ങൾ, റിഫ്ലക്ടറുകൾ അടയാളപ്പെടുത്തൽ എന്നിവ നടത്തി. 2020-21 സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് നവീകരണം നടത്തിയിട്ടുള്ളത്. പഴഞ്ഞി റോഡ് വഴി സംസ്ഥാന പാതയിലേക്ക് പ്രവേശിക്കുന്ന ദീർഘദൂര ബസ്സുകളുടെ അമിതവേഗം മൂലം പൊറുതിമുട്ടിയ നാട്ടുകാർ ബസ്സുകൾ തടഞ്ഞ് പ്രതിഷേധിച്ചു. സംസ്ഥാന പാതയിലെ ഗതാഗത തടസ്സം മൂലം വഴിതിരിഞ്ഞു വരുന്ന വാഹനങ്ങളാണ് ഗ്രാമീണ റോഡുകളിൽ അപകട ഭീഷണിയാകുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 2 മണിക്കൂറോളം നാട്ടുകാർ ബസ്സുകൾ തടഞ്ഞ് ജീവനക്കാരെ താക്കീത് ചെയ്തു. സംസ്ഥാനപാത നവീകരണം നടക്കുന്നതിനാൽ അക്കിക്കാവ് മുതൽ കുന്നംകുളം വരെ കടുത്ത ഗതാഗത കുരുക്കുണ്ട്. ഇത് മറികടക്കാൻ അക്കിക്കാവ് പഴഞ്ഞി റോഡ് വഴി പോകുന്ന ബസ്സുകൾ മറ്റു വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും അപകട ഭീഷണി ഉണ്ടാക്കുന്നുണ്ട്. വീതി കുറഞ്ഞ റോഡിലൂടെ ചീറിപ്പാഞ്ഞെത്തുന്ന ബസ്സുകൾ ചെറിയ വാഹനങ്ങളെ ഒരു തരത്തിലും പരിഗണിക്കുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. അപകടകരമായി ഓവർടേക്ക് ചെയ്തും പിന്നിൽ നിന്ന് ഇടതടവില്ലാതെ ഹോണടിച്ചുമാണ് ഇവർ തങ്ങളുടെ മേൽക്കോയ്മ സ്ഥാപിക്കുന്നത്. ഇതിനെതിരെയാണ് നാട്ടുകാർ സംഘടിതമായി പ്രതികരിച്ചത്. 76.51 കോടി രൂപ ചെലവിൽ കിഫ്ബി പദ്ധതി വഴി നിർമ്മിക്കുന്ന കുന്നംകുളം താലൂക്ക് ആശുപത്രി മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്ക് കെട്ടിടത്തിന്റെ നിർമ്മാണ പുരോഗതി AC മൊയ്തീൻ MLA വിലയിരുത്തി. ഈ മാസം 23-ന് ഇതു സംബന്ധിച്ച് വിശദമായ യോഗം ചേരാനും തീരുമാനിച്ചു. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T. സോമശേഖരൻ, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ AV മണികണ്ഠൻ, ഇൻകൽ, ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി പ്രതിനിധികൾ തുടങ്ങിയവരും MLAയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. 1.55 ലക്ഷം ചതുരശ്ര അടിയിൽ 7 നിലകളിലായാണ് ആധുനിക ചികിത്സാ സൗകര്യങ്ങളോടുകൂടിയ കെട്ടിടം വിഭാവനം ചെയ്തിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിന് താഴെയുള്ള നിലയിൽ ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷൻ, MGPS ബാറ്ററി റൂം, ലാബ്, മോർച്ചറി എന്നിവയും, ഗ്രൗണ്ട് ഫ്ലോറിൽ കാഷ്വാലിറ്റി ട്രയാജ്, ഒബ്സർവേഷൻ റൂം, പ്രൊസീജിയർ റൂം, മൈനർ OT, CT സ്കാൻ, എക്സ്റേ, ഡയാലിസിസ് തുടങ്ങിയവയും പ്രവർത്തിക്കും. 1-ാം നിലയിൽ OP റൂം, ഓർത്തോ, ജനറൽ OP, ഫീവർ ക്ലിനിക്, ഡെർമറ്റോളജി, ഒഫ്താൽമോളജി, ജനറൽ സർജറി, ജനറൽ മെഡിസിൻ, ENT, പീഡിയാട്രിക്, ഗൈനക്കോളജി തുടങ്ങിയവയും പ്രവർത്തിക്കും. 2-ാം നിലയിൽ വാർഡുകൾ, ഐസൊലേഷൻ, ഡ്യൂട്ടി റൂം എന്നിവയും, 3-ാം നിലയിൽ വാർഡുകളും മെഡിക്കൽ ICUവുമാണ് പ്രവർത്തിക്കുക. 4-ാം നിലയിൽ ഓപ്പറേഷൻ തിയേറ്റർ, പ്രീ OP റൂമുകൾ, അനസ്തേഷ്യ റൂം, സർജിക്കൽ ICU എന്നിവ ഉണ്ടായിരിക്കും. 5-ാം നിലയിൽ എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ് സെന്റർ, സ്റ്റെറിലൈസിംഗ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് എന്നിവ പ്രവർത്തിക്കും. കിഫ്ബിയുടെ കീഴിൽ ഇൻകൽ ലിമിറ്റഡാണ് പദ്ധതിയുടെ നിർവഹണം. വടകര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. AC മൊയ്തീൻ മന്ത്രിയായിരിക്കുമ്പോഴാണ് പുതിയ താലൂക്ക് ആശുപത്രി നിർമ്മാണം കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. പദ്ധതി പൂർത്തിയാകുന്നതോടെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ വിദഗ്ധ ചികിത്സ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനാകും. കടങ്ങോട് അരിക്കാട്ടുകുണ്ടിൽ ശനിയാഴ്ച പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും മരം വീണ് വീട് തകർന്നു. അരിക്കാട്ടിൽ വിനോദിന്റെ ഷീറ്റ് മേഞ്ഞ വീടാണ് തകർന്നത്. കാറ്റിൽ വീടിന് തൊട്ടടുത്തു നിന്നിരുന്ന മരം കടപുഴകി വീഴുകയായിരുന്നു. വീടിന്റെ മേൽക്കൂരയും ഒരു വശവും പൂർണ്ണമായും തകർന്നു. വീട് തീർത്തും വാസയോഗ്യമല്ലാതായി തീർന്നു. വിനോദ് മാത്രമാണ് വീട്ടിൽ താമസിക്കുന്നത്. സംഭവ സമയം വിനോദ് വീട്ടിലുണ്ടായിരുന്നില്ല. പഞ്ചായത്ത് മെമ്പർ ബീന രമേശ് സ്ഥലം സന്ദർശിച്ചു.
പുന്നയൂരിൽ ദേശീയപാതയിൽ നിർമ്മാണത്തിലിരിക്കുന്ന പാലത്തിനടിയിലെ ലേബർ ക്യാമ്പ് ഗതാഗത കുരുക്കുണ്ടാക്കുന്നതായി ആക്ഷേപം. പ്രദേശവാസികൾ പോലീസിൽ പരാതി നൽകി. ദേശീയപാത അകലാട് ഒറ്റയിനി അടിപ്പാതയ്ക്ക് താഴെയാണ് തകര ഷീറ്റുകൾ ഉപയോഗിച്ച് ഷെഡുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അടിപ്പാതയുടെ പകുതിയിലധികം ഭാഗത്താണ് നിർമ്മാണ തൊഴിലാളികൾക്ക് താമസിക്കാനും ഉപകരണങ്ങൾ സൂക്ഷിക്കാനുമായി 3 ഷെഡുകൾ പണിതിട്ടുള്ളത്. പുന്നയൂർ വടക്കേക്കാട് ഭാഗത്തേക്കും അകലാട് ബീച്ച് ഭാഗത്തേക്കും പോകേണ്ട വാഹനങ്ങൾ ഇവിടെ നിന്നാണ് തിരിഞ്ഞു പോകുന്നത്. മാത്രവുമല്ല, ഒരു സർവീസ് റോഡിൽ നിന്നും എതിർഭാഗത്തെ സർവീസ് റോഡിലേക്ക് പ്രവേശിക്കണമെങ്കിലും പാലത്തിനടിയിലൂടെ തിരിയണം. ഇരുവശത്തു നിന്നും വാഹനങ്ങൾ ഒരുമിച്ചു വരുമ്പോൾ അടിപ്പാതയിൽ ഗതാഗതക്കുരുക്കുണ്ടാകുന്നു എന്നാണ് നാട്ടുകാരുടെ പരാതി. ലോറി പോലുള്ള വലിയ വാഹനങ്ങൾ വരുമ്പോൾ എതിരെ വരുന്ന വാഹനങ്ങൾ സർവീസ് റോഡിൽ കാത്തുനിൽക്കേണ്ട അവസ്ഥയാണ്. ഈ സമയം സർവീസ് റോഡിലും ഗതാഗതം സ്തംഭിക്കുന്നു. ഇവിടെ പാലം പണി കഴിഞ്ഞിരുന്നുവെങ്കിലും പാലവും റോഡും ബന്ധിപ്പിക്കാത്തതിനാൽ സർവീസ് റോഡ് വഴിയാണ് മുഴുവൻ വാഹനങ്ങളും പോകുന്നത്. അതിനാൽ ഏറെ തിരക്കുള്ള സ്ഥലമാണിത്. അടിപ്പാതയുടെ 100 മീറ്റർ അകലെ നിർമ്മാണ കമ്പനിക്ക് ലേബർ ക്യാമ്പ് ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടുത്തെ വീടുകൾ പൊളിച്ചപ്പോൾ തൊഴിലാളികളുടെ താമസം പാലത്തിന് താഴേക്ക് മാറ്റുകയായിരുന്നു. ലൈറ്റ്, ഫാൻ സൗകര്യത്തിനായി പാലത്തിന് മുകളിലൂടെ ഇവിടേക്ക് വൈദ്യുതി ലൈനും വലിച്ചിട്ടുണ്ട്. ഗതാഗത കുരുക്കിന് പുറമെ താമസ സ്ഥലത്തെ വൃത്തിഹീനമായ ചുറ്റുപാടും പ്രശ്നമാണ്. ശുചിമുറി മാലിന്യം വരെ ഇവിടെ ഉണ്ടാകാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. അനധികൃത ലേബർ ക്യാമ്പ് ഒഴിവാക്കണമെന്ന് നിർമ്മാണ കമ്പനി അധികൃതരോട് പലവട്ടം നാട്ടുകാർ ആവശ്യപ്പെട്ടെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് വാർഡ് മെമ്പർ സി അഷ്റഫ് അടക്കമുള്ളവർ പറഞ്ഞു. ഇത് സംബന്ധിച്ച് വടക്കേക്കാട് പോലീസിലും നാട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട്. കോട്ടപ്പടി പള്ളിക്ക് എതിർവശം മഹാത്മാഗാന്ധി റോഡ് ഫസ്റ്റ് അവന്യൂവിൽ കാന പണിയാനായി എടുത്ത കുഴി കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഭീഷണിയാകുന്നു. കാന പണിയാനായി കുഴിയെടുത്തെങ്കിലും പിന്നീട് ചില സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം നിർമ്മാണം മുടങ്ങുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. ആളപായം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഈ കുഴി വലിയ ഗർത്തമായി രൂപാന്തരപ്പെട്ടു വരികയാണ്. മഴക്കാലം അടുത്തുവരുന്ന സാഹചര്യത്തിൽ സ്ലാബ് ഇടുകയോ അല്ലാത്ത പക്ഷം കുഴി മണ്ണിട്ട് നികത്തുകയോ ചെയ്തില്ലെങ്കിൽ വലിയ അപകടങ്ങൾ സംഭവിക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. വാർഡ് കൗൺസിലർ അടക്കം ബന്ധപ്പെട്ട അധികൃതർ എത്രയും പെട്ടെന്ന് പരിഹാര നടപടികൾ കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഗുരുവായൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ അന്തോണീസിന്റെയും സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷത്തിന് തുടക്കമായി. തിരുനാളിന്റെ ഭാഗമായി വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ എഴുന്നള്ളിച്ചു വെച്ചു. രാവിലെ നടന്ന തിരുകർമ്മങ്ങൾക്ക് പീച്ചി ഇടവക വികാരി ഫാദർ പ്രിന്റോ കുളങ്ങര മുഖ്യ കാർമ്മികനായി. പ്രസുതേന്തി വാഴ്ചയും വിവിധ കുടുംബ യൂണിറ്റുകളിലേക്കുള്ള അമ്പ്, വള, ആശീർവാദവും ഇതോടനുബന്ധിച്ച് നടന്നു. 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ജെറോമി ജോസ്, ജോഷി മോഹൻ തരകൻ, ജോയ് തോമസ്, ജോസ് മേലിട്ട്, ജോബി വെള്ളറ, പിന്റോ നീലങ്കാവിൽ, ഡൊമിനി ചിരിയങ്കണ്ടത്ത് എന്നിവർ നേതൃത്വം നൽകി. ശനിയാഴ്ച രാത്രി 10:45 യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പ്, വള പ്രദക്ഷിണം പള്ളിയിൽ സമാപിക്കും. ഞായറാഴ്ച രാവിലെ 10 മണിക്കാണ് ആഘോഷമായ തിരുനാൾ വിശുദ്ധ കുർബാന. പാവർട്ടി തീർത്ഥകേന്ദ്രം അസിസ്റ്റന്റ് വികാരി ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ തിരുനാൾ സന്ദേശം നൽകും. രാവിലെ 6:15 വൈകുന്നേരം 4 വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. വൈകിട്ട് 5 മണിക്ക് തിരുനാൾ പ്രദക്ഷിണം. തുടർന്ന് കാഞ്ഞിരപ്പള്ളി അമല കമ്മ്യൂണിക്കേഷൻസിന്റെ ഗാനമേളയും അരങ്ങേറും. ഗുരുവായൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ അന്തോണീസിന്റെയും സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിനോടനുബന്ധിച്ച് വൈദ്യുത ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മം ഗുരുവായൂർ സ്റ്റേഷൻ SI യു മഹേഷ് നിർവഹിച്ചു. തുടർന്ന് യുവജനങ്ങളുടെ നേതൃത്വത്തിൽ ബാൻഡ് സംഗീത നിശ അരങ്ങേറി. ചടങ്ങുകൾക്ക് വികാരി ഫാദർ സെബി ചിറ്റാട്ടുകര അധ്യക്ഷത വഹിച്ചു. കൈക്കാരന്മാരായ ബാബു ആന്റണി ചിരിയങ്കണ്ടത്ത്, ആൻഡോ എൽ പുത്തൂർ, ജിഷോ എസ് പുത്തൂർ, തിരുനാൾ കൺവീനർ M സ്റ്റീഫൻ ജോസ്, ലോറൻസ് നീലങ്കാവിൽ എന്നിവർ പ്രസംഗിച്ചു. വീട്ടുപടിക്കൽ മൃഗചികിത്സാ സേവനം ലഭ്യമാക്കുന്നതിനായി ചാവക്കാട് ബ്ലോക്ക് പരിധിയിലുള്ള പ്രദേശങ്ങളിൽ മൊബൈൽ വെറ്റിനറി യൂണിറ്റിന് തുടക്കമായി. ചാവക്കാട് നഗരസഭ കോൺഫറൻസ് ഹാളിൽ NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത് മുഖ്യാതിഥിയായി. ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ B അജിത് ബാബു റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ TV സുരേന്ദ്രൻ, ജാസ്മിൻ ഷഹീർ, സാലിഹ ഷൌക്കത്ത്, വിജിത സന്തോഷ്, നഗരസഭ വൈസ് ചെയർമാൻ KK മുബാറക്, മൃഗസംരക്ഷണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ AV ഷിബു തുടങ്ങിയവർ സംസാരിച്ചു. സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ G ഷർമിള സ്വാഗതവും വെറ്റിനറി സർജൻ ഡോക്ടർ K വിവേക് നന്ദിയും പറഞ്ഞു. 1962 എന്ന ടോൾ ഫ്രീ നമ്പറിലുള്ള കേന്ദ്രീകൃത കോൾ സെന്റർ സംവിധാനത്തിലൂടെയാണ് മൊബൈൽ വെറ്റിനറി യൂണിറ്റിന്റെ സേവനം കർഷകരുടെ വീട്ടുപടിക്കൽ സാധ്യമാക്കുന്നത്. വൈകിട്ട് 6 മുതൽ രാവിലെ 5 വരെയാണ് പ്രവർത്തന സമയം. വെള്ളിയാഴ്ചകൾ അവധിയായിരിക്കും.
ലഹരിക്കും വർഗീയതയ്ക്കും സാമൂഹ്യ ജീർണതയ്ക്കുമെതിരെ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രചരണ കാൽനട ജാഥയ്ക്ക് കാണിപ്പയ്യൂരിൽ സ്വീകരണം നൽകി. സ്വീകരണ യോഗത്തിൽ ജാഥ ക്യാപ്റ്റൻ, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി പത്മം വേണുഗോപാൽ മറുപടി പ്രസംഗം നടത്തി. ജാഥ മാനേജർ കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, ചുണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, ജാഥ വൈസ് ക്യാപ്റ്റൻ, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് പുഷ്പ ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്രം ഭരിക്കുന്ന ബിജെപിയുടെ സർക്കാരിനെ അവരുടെ സാംസ്കാരികമായുള്ള ഈ കേരളത്തെ തകർക്കുന്നതിനെ സാധിക്കൂ എന്നുള്ള ഗൂഢലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നമ്മുടെ കേരള സംസ്ഥാനത്തെ ഇത്തരം വിഷവസ്തുക്കളുടെ കേന്ദ്രമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷങ്ങളും അതുപോലെ തന്നെ ഇടതുപക്ഷ ചിന്താഗതിയുള്ള മഹിളാ അസോസിയേഷനെ പോലെയുള്ള സംഘടനകളും ഇത്തരം മുദ്രാവാക്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഇത്തരമൊരു ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത്. നെഹ്റു യുവകേന്ദ്രയുടെ പേരുമാറ്റിയ മോദി സർക്കാരിനെതിരെ കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ സദസ്സ് നടത്തി. കുന്നംകുളം നഗരകേന്ദ്രത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സദസ്സ് DCC ജനറൽ സെക്രട്ടറി CI ടി മാത്യു ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ് അധ്യക്ഷനായി. പ്രതിഷേധ യോഗത്തിൽ കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് PI തോമസ്, നേതാക്കളായ ജ്യോതിഷ്, KV ഗീവർ, സാംസൺ മാസ്റ്റർ, നെൽസൺ ഐ, പ്രവീൺ അക്കിക്കാവ്, വാസു കോട്ടോൽ, മണ്ഡലം പ്രസിഡന്റുമാരായ ബാലചന്ദ്രൻ, മിഷ സെബാസ്റ്റ്യൻ, രമേശ്, തമ്പി മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. അദാനി എന്ന വാക്ക് പറയുവാൻ പാടില്ല. രാഹുൽ ഗാന്ധിക്ക് അദാനി എന്ന വാക്ക് പറഞ്ഞപ്പോഴാണ് MP സ്ഥാനം നഷ്ടമായത്. ഇന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പദവിയിൽ നിന്നും പിരിച്ചുവിട്ടു. ആരെയാണ്? രാഹുൽ ഗാന്ധി. ആരെയൊക്കെ പേടിക്കുന്നു? ഈ നരേന്ദ്രമോദി ആരെയൊക്കെ പേടിക്കുന്നു? ഗാന്ധിജിയുടെ ചിത്രത്തെ പേടിക്കുന്നു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് JB മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് യാത്രയ്ക്ക് മഹിളാ കോൺഗ്രസ് പൂക്കോട് മണ്ഡലം കമ്മിറ്റി സ്വീകരണം നൽകി. താമരയൂർ മെട്രോ ഹാളിൽ മുൻ MP രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് റാബിയ ജലീൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത്, കൗൺസിലർമാരായ ജീഷ്മ സുജിത്ത്, മാഗി ആൽബർട്ട്, മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നിർമ്മല, ബ്ലോക്ക് പ്രസിഡന്റ് VK റജീന, സ്മിത മുരളി, മഞ്ജു ഉണ്ണികൃഷ്ണൻ, ലതാ ശങ്കരനാരായണൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഭരണത്തിൽ നിന്ന് താഴെ ഇറങ്ങണം. നൊന്തു പ്രസവിച്ച മകനെ കോളേജിലേക്ക് അയച്ചപ്പോൾ, നഴ്സാകാൻ ആഗ്രഹിച്ച് കോളേജിലേക്ക് അയച്ചപ്പോൾ ആ ക്യാമ്പസിനകത്ത് ഇടിമുറികൾ സൃഷ്ടിച്ച്. കുന്നംകുളം ബ്യൂറോ ഓഫ് ആർട്സ് ആൻഡ് റീക്രിയേഷന്റെ 612ാമത് പരിപാടി അമ്പലപ്പുഴ അക്ഷരജ്വാല അവതരിപ്പിക്കുന്ന അനന്തരം എന്ന നാടകത്തിന്റെ അവതരണം തിങ്കളാഴ്ച രാത്രി 7-ന് കുന്നംകുളം മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് നടക്കും. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8,720 രൂപ, പവന് 69,760 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 108 രൂപ. ചരമം. എയ്യാൽ ചിറ്റിലങ്ങാട് വീട്ടിൽ പരേതനായ ശേഖരന്റെ ഭാര്യ ജാനകി ടീച്ചർ നിര്യാതയായി. 87 വയസ്സായിരുന്നു. സംസ്കാരം ഉച്ചതിരിഞ്ഞ് 3-ന് ചെറുതുരുത്തി ശാന്തി തീരത്ത് നടക്കും. ശ്രീജ, ശ്രീജിത്ത് എന്നിവർ മക്കളാണ്. കുന്നംകുളം ആർത്താറ്റ് പനക്കൽ പരേതനായ ജോർജിന്റെ മകൻ ജോബി ജോർജ് നിര്യാതനായി. 85 വയസ്സായിരുന്നു. സംസ്കാരം വൈകിട്ട് 4-ന് ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടക്കും. നിസ, നിത എന്നിവർ മക്കളാണ്. കുന്നംകുളം ഭാവന തിയേറ്റർ പാർട്ണറും പനക്കൽ ഫാർമസി ഉടമയുമായ ജോബി ജോർജ് കുന്നംകുളം ലയൺസ് ക്ലബ് പ്രസിഡന്റ്, വ്യാപാര വ്യവസായ സമിതി പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കുന്നംകുളം തെക്കേയങ്ങാടി പരേതനായ മേക്കാട്ടുകുളം ചാക്കുണ്ണി ഭാര്യ ആലീസ് നിര്യാതയായി. 83 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച വൈകിട്ട് 5-ന് ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ പള്ളി സെമിത്തേരിയിൽ നടക്കും. മാഗി, ജാൻസി, ഷീല, ഷീബ, തബിത, സിമി എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.